എയിംസിന്റെ പേരിൽ കോഴിക്കോട് കിനാലൂരിലെ ജനങ്ങളെയും പറഞ്ഞു പറ്റിച്ച് പിണറായി സർക്കാർ എയിംസിനായി ഭൂമി ഏറ്റെടുക്കുമെന്ന വിജ്ഞാപനം ഇറക്കിയതിന് പിന്നാലെ സ്വന്തം ഭൂമി ഈടാക്കി വായ്പ എടുക്കാനോ വിൽക്കാനോ കഴിയാതെ പ്രതിസന്ധിയിലാണ് പ്രദേശവാസികൾ. സംസ്ഥാന സർക്കാർ വിജ്ഞാപനം റദ്ദാക്കണം എന്നാണ് കിനാലൂരുകാരുടെ ആവശ്യം. എയിംസിനായി വ്യവസായ വകുപ്പിന് കീഴിലുള്ള 151.58 ഏക്കർ ഭൂമിക്ക് പുറമെയാണ് സ്വകാര്യ വ്യക്തികളുടെ 40.68 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. സ്വകാര്യ ഭൂമി ഏറ്റെടുക്കുന്നതിനായി 2023 വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്തു. എയിംസിനായി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ നീക്കം. അതുകൊണ്ട് തന്നെ വിജ്ഞാപനമിറക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ കിനാലൂർ, കാന്തലാട് വില്ലേജുകളിലെ 200ഓളം കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത്. സ്വന്തം ഭൂമി ഈടാക്കി വായ്പ എടുക്കാനോ വിൽക്കാനോ കഴിയാത്ത ഗതികേടിലാണ് പ്രദേശവാസികൾ. സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിട്ടുള്ള സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ നിർമ്മാണ പ്രവൃത്തി നടത്താൻ സാധിക്കുന്നില്ല, ക്രയവിക്രയം ചെയ്യാൻ സാധിക്കുന്നില്ല, അവിടെ ലോങ് ടേം ആയിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല, ഭാഗം ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല, വിൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയൊക്കെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസത്തിലാണ്. എന്നാൽ 151 ഏക്കർ KSIDCയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് ഈ സംസ്ഥാന സർക്കാർ. എന്നാൽ കേന്ദ്രത്തിന് ആ നിർദ്ദേശപ്രകാരം 250 ഏക്കറോളം വേണമെന്നുള്ളതുകൊണ്ട് ബാക്കി വരുന്ന 100 ഏക്കറിൽ താമസിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ, പാവപ്പെട്ട ആളുകളാണ്. ഇവിടെ ജപ്തി നടപടികൾ വരെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ നിൽക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു നടപടി ഞങ്ങൾ ആശങ്കയിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യും എന്നാൽ ആത്മഹത്യയുടെ വക്ക് വരെ എത്തി നിൽക്കുന്ന ആൾക്കാരുണ്ട്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കിനാലൂരിൽ സംസ്ഥാന സർക്കാർ ഭൂമി കണ്ടെത്തിയത്. ഇവിടെ പാരിസ്ഥിതികാഘാത പഠനങ്ങൾ നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, എയിംസ് വരുന്നതിനാവശ്യമായ ഭൂമി കണ്ടെത്താൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. എയിംസ് വന്നില്ലെങ്കിൽ നിലവിൽ സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനം ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജനം, കോഴിക്കോട്.